വയനാട്ടിൽ നിന്ന് തന്നെ തുടങ്ങുന്നതായിരിക്കും നല്ലത്. എന്നുവെച്ചാൽ ഞാൻ പഠിക്കാനായിട്ട് പോകുന്ന സമയം 2011-12 ആ സമയം തോന്നും. ആ സമയത്ത് വയനാട്ടിലൊന്നും ഇങ്ങനെ ഒരു കോഴ്സിനെ പറ്റിയോ ഒന്നും യാതൊരു ധാരണയില്ല. പൊതുവേ സിറ്റിയേക്കാളും കുറച്ച് പുറകിലായിരിക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും. അപ്പം സൗണ്ട് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ അന്ന് ആരും തന്നെ സപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യമല്ല. അപ്പം ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു ഓൾറെഡി പഠിച്ചത്. അതിനുശേഷം സൗണ്ട് എഞ്ചിനീയറിംഗിലേക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം വന്നപ്പോൾ നമുക്കതൊന്നും അന്വേഷിക്കാൻ പ്രോപ്പറായിട്ട് സ്ഥലങ്ങളില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ അറിയാവുന്നവരോടൊക്കെ അന്വേഷിക്കുമ്പോഴൊക്കെ അത്രയും പോസിറ്റീവായിട്ട് കാര്യങ്ങൾ കിട്ടുന്ന സമയമായിരുന്നില്ല. പിന്നെ ഇത് പറഞ്ഞ പോലെയാണ്, കണ്ണും പൂട്ടി ഇറങ്ങുന്ന ഒരു യാത്രയാണ്. പിന്നെ ഇറങ്ങി അങ്ങനെ കോഴ്സ് പഠിച്ചു. അതിനുശേഷം പിന്നെ എറണാകുളത്തൊക്കെ വന്ന് ഒരുപാട് ഇങ്ങനെ ജോലി അന്വേഷിച്ച് നടക്കലൊരു വലിയ പ്രശ്നമായിരുന്നു. കാരണം നമ്മൾ കിട്ടില്ലെന്ന് പലരും പറഞ്ഞിട്ടും പിന്നെ ഇറങ്ങിയതാണ്. അപ്പോൾ നമുക്കിനി എങ്ങനെയെങ്കിലും ഇതിൽ കയറിയേ പറ്റുമെന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ വരുന്നത്. അങ്ങനെ പല സ്ഥലത്തും ചെല്ലുമ്പോഴൊക്കെ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എവിടെയും അങ്ങനെ ജോലി കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ നല്ലവണ്ണം നടന്ന് ഒക്കെയാണ് അവസാനം സാംജി ഓഡിയോ ട്രാക്സ് പറഞ്ഞ സ്റ്റുഡിയോയിൽ ഞാൻ ആദ്യമായിട്ട് കയറുന്നത്. ഒരു മ്യൂസിക് ഡയറക്ടറാണ് സാംജി ആറാട്ടുപുഴ. അദ്ദേഹത്തിൻ്റെ കൂടെയാണ് തുടങ്ങുന്നത്. അവിടുന്ന് തന്നെ അടുത്ത സ്റ്റുഡിയോയിലേക്ക്, ജിൻഡോ ചേട്ടൻ്റെ അടുത്തേക്ക് അടുത്ത സ്റ്റുഡിയോയിലേക്ക് വരും. പിന്നെ അവിടെ നിന്നാണ് ഇവിടേക്ക് എത്തുന്നത്. ഇവിടെ നമ്മൾ 2017 തൊട്ടിട്ട് ഈ സ്റ്റുഡിയോയിലാണ്. അങ്ങനെ അതായിരുന്നു ഒരു യാത്ര. എന്തൊരു മ്യൂസിക്കായിരുന്നു ഉള്ളിലെ മെയിൻ കാര്യം. അതായത് ചെറുപ്പം തുടങ്ങിയിട്ട് നമ്മൾ ഈ ശരിക്കും ഇൻസ്പിറേഷൻ തരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പഴയ ചില സിനിമകളിലൊക്കെ ഈ റെക്കോർഡിംഗ് സ്റ്റുഡിയോസ് കാണിക്കുന്ന പോർഷൻസ് ഒക്കെ ഉണ്ടല്ലോ. ഇതാണ് നമുക്കിത് എന്താണെന്ന് അറിയില്ല. ഇത് മ്യൂസിക് ഡയറക്ഷൻ ആണോ സൗണ്ട് എഞ്ചിനീയറിംഗ് എന്താണെന്ന് അറിയില്ല. പക്ഷേ ഈ സ്റ്റുഡിയോ, പ്രേം പൂജാരി, അതുപോലെ കിഴക്കുണരും പക്ഷി, ഇങ്ങനെയുള്ള കുറേ സിനിമകളിലൊക്കെ മ്യൂസിക് കാണിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇത് അന്ന് നമ്മുടെ വീട്ടിൽ TV പോലും ഇല്ല. അടുത്തുള്ള വീട്ടിൽ നിന്നൊക്കെയാണ് ഈ സിനിമകളൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇതെന്താണ്, അല്ലെങ്കിൽ ഇതിലേക്ക് എങ്ങനെ എത്തിപ്പെടാന്നുള്ളൊരു ഭയങ്കര ആഗ്രഹം ഉള്ളിൽ കിടപ്പുണ്ടായിരുന്നു. പക്ഷെ ഇതൊരു പ്രൊഫഷനായിട്ട് എടുക്കാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ ഇതൊരു വരുമാനമുള്ള ജോലിയാണോ എന്നൊന്നും നമുക്കറിയില്ലായിരുന്നു. നമുക്കിപ്പോൾ ഇന്ന് തോന്നുകയാണ് ആപ്പിളിൻ്റെ CEO ആവണം എന്ന് പറയുന്ന പോലത്തെ അത്രയും വലിയൊരു കാര്യം നമ്മൾ ഒറ്റയടിക്ക് നമ്മളെക്കൊണ്ട് നടക്കും തോന്നുന്ന ഒരു കാര്യമല്ലായിരുന്നു. നമ്മൾ വിചാരിച്ചത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആയിട്ട് എല്ലാ ദിവസവും ഒരു പാട്ട് കേൾക്കാനൊക്കെയുള്ള സമയങ്ങളും കിട്ടണം, ഇങ്ങനത്തെയൊക്കെ ആഗ്രഹങ്ങളായിരുന്നു അന്ന് നമുക്കൊരു പ്രാക്ടിക്കലി കിട്ടിയിരുന്നു. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴാണ്, കോഴ്സെല്ലാം കഴിഞ്ഞപ്പോൾ ഇതിനോട് തീവ്രമായിട്ടൊരു ആഗ്രഹം വന്ന് പഠിക്കാനായിട്ട് ഇറങ്ങി. അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. യാത്ര അത്ര എളുപ്പമല്ലായിരുന്നു. പക്ഷേ നമ്മൾ അതിനുവേണ്ടി അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് അതിനുള്ളൊരു വഴി എവിടെന്നെങ്കിലുമൊക്കെ തുറന്നു വരുമെന്ന് പറയുന്ന പോലെയായിരുന്നു എൻ്റെ ഇതുവരെയുള്ള ജേണി. ഓരോ സ്ഥലത്തുനിന്നും നമ്മൾ കണക്റ്റായി എത്തപ്പെടുകയായിരുന്നു എന്ന് തന്നെ പറയണം. അങ്ങനെ വന്നതാണ് ഇവിടെ വരെ. കാരണം ഒരു കൃത്യമായി പ്ലാൻ ചെയ്ത് ഓക്കെ ഇന്ന സ്ഥലത്ത് ജോയിൻ ചെയ്തിട്ട് ഈ വർഷം അവിടെ നിന്ന് അങ്ങനെ പ്ലാൻ ചെയ്ത് പോകുന്ന ഒരു യാത്രയൊന്നും അല്ലായിരുന്നു. ഓരോ സമയങ്ങളിൽ അങ്ങനെ ഓരോരുത്തരുടെ കൂടെ എത്തിപ്പെട്ടു. അങ്ങനെ കാര്യങ്ങൾ ഇവിടെ വരെ എത്തുന്നു. സൗണ്ട് എഞ്ചിനീയറിംഗിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ സൗണ്ട് എഞ്ചിനീയേഴ്സിൻ്റെ കാര്യം പറയുമ്പം ഇപ്പം ഒരു എഡിറ്റർ എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. ഓക്കെ, ഒരു വീഡിയോ കട്ട് ചെയ്ത് പ്രോപ്പർലി അത് എഡിറ്റ് ചെയ്ത് അത് അലൈൻ ചെയ്ത് ഔട്ടിറക്കുന്ന ഒരാളെ നമുക്ക് എഡിറ്റർ എന്ന് വിളിക്കാം. അല്ല, ക്യാമറമാൻ, സിനിമാറ്റോഗ്രാഫർ എന്ന് പറഞ്ഞാൽ ക്യാമറ യൂസ് ചെയ്ത് ആ വിഷ്വല് ക്യാപ്ചർ ചെയ്യുന്നയാളാണ്. പക്ഷേ സൗണ്ട് എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ ഒത്തിരി കൺഫ്യൂഷൻ വരുന്നൊരു സ്റ്റേജാണ്. ഞാനും പഠിച്ചു തുടങ്ങുന്ന സമയത്ത് എന്നോടും പലരും ചോദിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നീ ഇത്രയൊക്കെ പഠിച്ചിട്ട് ഇനിയിപ്പം പോകുന്നത് മറ്റേ ഗാനമേളയ്ക്ക് മഞ്ഞത്തിരുന്ന് സൗണ്ട് ചെയ്യാനാണെന്നൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതിനെ പറ്റിയുള്ള അറിവില്ലായ്മ കൊണ്ടും കൂടിയാണ്. പക്ഷേ അതും സൗണ്ട് എഞ്ചിനീയറിംഗ് ആണ്. ഇപ്പോൾ സൗണ്ട് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് തലങ്ങളുണ്ട്. ഇപ്പം ലൈവ് സൗണ്ട് എഞ്ചിനീയറിംഗ് ഞാനീ പറഞ്ഞത് അതൊരു നിസ്സാര കാര്യമല്ല. ലൈവ് എന്ന് പറയുന്നത് ഒരു കടൽ പോലെ കിടക്കുന്ന ഒരു ഏരിയയാണ് സൗണ്ടിൻ്റെ. അതുപോലെ തന്നെ മറ്റൊരു ഏരിയയാണ് ഇപ്പോൾ റേഡിയോ പോലുള്ള ബ്രോഡ്കാസ്റ്റിംഗ് പരിപാടികളിലെ സൗണ്ട് എഞ്ചിനീയേഴ്സ്. അതും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു ഏരിയയാണ്. മ്യൂസിക് അതിൻ്റെ വലിയൊരു സാധ്യത. ഈ പറഞ്ഞ കാര്യങ്ങളിൽ മ്യൂസിക് ഒട്ടും മ്യൂസിഷ്യൻസ് അല്ലാത്ത, അല്ലെങ്കിൽ മ്യൂസിക്കിനോട് ഒട്ടും കണക്റ്റഡ് അല്ലാത്തവർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന സൗണ്ട് എഞ്ചിനീയേഴ്സിൻ്റെ ഏരിയ ഉണ്ട്. എവിടെയൊക്കെ സംഗീതം അപ്ലൈ ചെയ്യുന്നുണ്ടോ അവിടെയെല്ലാം സൗണ്ട് എഞ്ചിനീയേഴ്സിനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ടെലിവിഷൻ വേറൊരു ഏരിയയാണ്. അങ്ങനെ സൗണ്ട് എഞ്ചിനീയറിംഗ് ഒരു വല്ലാതെ പരന്നു കിടക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇതിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളൊരു ഐഡിയ കൃത്യമായിട്ട് നമുക്ക് വേണം. ഇപ്പം ലൈവ് സൗണ്ട് ചെയ്യുന്നത് കണ്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാൾ സൗണ്ട് എഞ്ചിനീയറിങ്ങിന് പോയിട്ട് ചിലപ്പോൾ അയാൾ പഠിക്കേണ്ടി വരുന്നത് മ്യൂസിക് ആണെങ്കിൽ, അല്ലെങ്കിൽ റേഡിയോയുടെ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ ചിലപ്പം നമ്മൾ വിചാരിച്ചായിരിക്കില്ല. പക്ഷെ പറയുമ്പോൾ എല്ലാം സൗണ്ട് എഞ്ചിനീയേഴ്സാണ്. സൗണ്ട് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ട ഏത് മേഖലയിലും സൗണ്ട് എഞ്ചിനീയേഴ്സ് ഉണ്ട്. സൗണ്ടിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും നമ്മൾ കോമൺലി വിളിക്കുന്നത് സൗണ്ട് എഞ്ചിനീയേഴ്സ് തന്നെയാണ്. ചിലപ്പോൾ നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ഒരു സിനിമയുടെയൊക്കെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു വീഡിയോ മാത്രം നമ്മൾ കുറച്ച് നേരം കണ്ടു നോക്കിയാൽ, ഇപ്പോൾ ഒരു നല്ല സിനിമ എടുത്തിട്ട് കുറച്ച് നേരം അതിൻ്റെ ഓഡിയോ മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് കണ്ടാൽ നമുക്ക് എന്ത് ഫീൽ ചെയ്യും? അതാണ് സൗണ്ട് എഞ്ചിനീയേഴ്സിന് ഇൻഡസ്ട്രിയിലുള്ള ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ആ ഓരോ ശബ്ദവും ഇപ്പോൾ നമ്മൾ അതിനകത്ത് കേൾക്കുന്ന ഒരു ചെറിയ പെൻ താഴെ വീഴുമ്പോൾ കേൾക്കുന്ന ശബ്ദം പോലും റീക്രിയേറ്റ് ചെയ്യപ്പെട്ട് ഉണ്ടാക്കുന്നതാണ്. അല്ലാതെ നമ്മൾ ആ വിഷ്വൽ എടുക്കുന്ന സമയത്ത് കിട്ടുന്ന വോയിസ് നമ്മൾ ഉപയോഗിക്കുന്നില്ല. സിങ് സൗണ്ടിൽ അത് യൂസ് ചെയ്യുന്നുണ്ടാവും. ഇപ്പം നമ്മൾ സിങ് സൗണ്ടൊക്കെ ഇപ്പം സിനിമകളിൽ ആക്റ്റീവായിട്ട് വരുന്നുണ്ട്. പക്ഷേ എന്നാലും മോസ്റ്റ്ലി നമ്മളിപ്പോഴും സൗണ്ടെല്ലാം റീക്രിയേറ്റ് ചെയ്തിട്ട് തന്നെ ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ ഒരു വലിയ ഡിപ്പാർട്ട്മെൻ്റ് ആണത്. അപ്പോൾ അവിടെ ഫോളി ചെയ്യുന്നവർ, സൗണ്ട് എഫക്ട്സ് ചെയ്യുന്നവർ, സൗണ്ട് എഡിറ്റ് ചെയ്യുന്നവർ, ഡയലോഗ് മാത്രം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർ, പിന്നെ സിങ് സൗണ്ടിലാണെങ്കിൽ
ലൈവ് റെക്കോർഡിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൗണ്ട് എഞ്ചിനീയറിംഗ് വേറെ ഒരു സൈഡാണ്. അപ്പോൾ ഇതെല്ലാം സൗണ്ട് എഞ്ചിനീയറിംഗ് ആണ്. നമ്മളിതിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് കൃത്യമായിട്ട് നമ്മളിതിൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കിയിട്ട് അതിലേക്ക് ഫോക്കസ് ചെയ്യുന്ന രീതിയിലുള്ള സ്ഥലത്ത് വേണം പഠിക്കാൻ. മ്യൂസിക്കിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ പഠിക്കേണ്ടത് മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെ പ്രൊഡക്ഷൻ ആണോ, മിക്സിംഗ് ആണോ, ഇതെല്ലാം സൗണ്ട് എഞ്ചിനീയറിംഗ് തന്നെയാണ്. അപ്പോൾ അത് ഇത്രയും വാസ്റ്റായി വലിയൊരു ഏരിയ ആണത്. അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ടുള്ള നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് നോക്കിയിട്ട് കൃത്യമായിട്ട് പഠിക്കുക. അതാണ് സൗണ്ട് എഞ്ചിനീയറിംഗ് എന്നുള്ളൊരു ഒരുമിച്ച് പറയുമ്പോൾ നമുക്കിങ്ങനെ പറയാൻ പറ്റുള്ളൂ. ശബ്ദമായിട്ട് ബന്ധപ്പെട്ട എന്തും സൗണ്ട് എഞ്ചിനീയറിംഗിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. എനിക്കുണ്ടായ ഒരു വലിയൊരു ഭാഗ്യവും കൂടി ഞാൻ വിചാരിക്കുന്നത്, ഇപ്പം ഞാൻ തുടങ്ങിയ സമയം എന്നൊക്കെ പറഞ്ഞാൽ ഒരു 10, 11, 12 വർഷം മാക്സിമം. ഈ വർഷമാണ് എൻ്റെ അടുത്ത്. ഇപ്പം നമ്മൾ വലിയൊരു യാത്ര പറയാനില്ലെങ്കിൽ പോലും ഞാൻ തുടങ്ങിയ സ്ഥലം സാംജി ഓഡിയോ ട്രാക്സ് എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോ ആയിരുന്നു. സാംജി സാറിൻ്റെ സ്റ്റുഡിയോയിൽ ഞാൻ ചെല്ലുന്ന സമയത്ത് തന്നെ ഏതാണ്ട് 25 വർഷം പഴക്കമുള്ള സ്റ്റുഡിയോ ആണ്. അത്രയും മുമ്പ് തുടങ്ങിയ ആദ്യത്തെ സ്റ്റുഡിയോ ആണ്. അവിടെ നമ്മൾ സിനിമകളിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള പല എക്യുപ്മെൻസും വളരെ ക്ലീൻ ആയിട്ട് ഇപ്പോഴും വർക്ക് ചെയ്യുന്ന കണ്ടീഷനിലുള്ള ഒരു സ്റ്റുഡിയോ ആയിരുന്നു അത്. അന്ന് ആ സമയത്ത് തന്നെ കേരളത്തിൽ തന്നെ സ്പൂള്, ഡാറ്റ ഒക്കെ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങൾ കുറവാണ്. അപ്പം അതുകൊണ്ട് ഇതിലൊന്നും വർക്ക് ചെയ്യേണ്ടതായിട്ട് നമുക്കധികം വന്നില്ലെങ്കിലും ഈ പഴയ ടേപ്പുകൾ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, മറ്റേ ഒരു മാഗ്നറ്റിക് ടേപ്പ് ഇങ്ങനെ കറങ്ങുന്ന സ്പൂളൊക്കെ, ഇതിലൊക്കെ ഉണ്ടായിരുന്ന പല ഡാറ്റ കോപ്പി ചെയ്യാനൊക്കെ ആയിട്ട് പലരും ഈ സ്റ്റുഡിയോ അന്വേഷിച്ചൊക്കെ വരുന്നൊരു സമയം ഉണ്ടായിരുന്നു. അപ്പം അന്നൊക്കെ അങ്ങനെ നമ്മൾ ഇത് ഉപയോഗിച്ച് കേട്ടിട്ടുണ്ട്. ഞാൻ തന്നെ ആ സമയത്ത് പ്രോട്ടോൾസ് ഉപയോഗിക്കുമ്പോഴും ഇതെനിക്ക് ഭയങ്കര അത്ഭുതമുള്ളൊരു കാര്യമാണ്. നമ്മളിത് കണ്ടിട്ടേ ഇല്ല. നമ്മൾ ടേപ്പ് റെക്കോർഡറിൽ പാട്ട് കേട്ടിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെയൊക്കെ നമ്മുടെ ഒരു ഗ്രാമഫോണൊക്കെ കണ്ടിട്ടില്ലേ, ഇതൊക്കെ മുതലേ തുടങ്ങി. അതായത് മാഗ്നറ്റിക് ടേപ്പിലുണ്ടായിരുന്ന റെക്കോർഡിങ്ങിൽ നിന്നാണ് നമ്മളിപ്പോൾ ഡിജിറ്റൽ മീഡിയയിലേക്ക് വന്നത്. ആ ട്രാൻസാക്ഷനാണ് ഏറ്റവും വലിയൊരു ട്രാൻസാക്ഷനായിട്ട് കാണുന്നത്. ഞാനൊക്കെ വരുന്ന സമയത്ത് CD-കളാണ് മെയിനായിട്ടും പോകുന്നത്. നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഫ്ലോപ്പി ഡിസ്കുകളുടെ സമയമായിരുന്നു. അതിനുശേഷം CD-കളായി. CD തന്നെ കുറേ കാലം നിലനിൽക്കും നമ്മൾ വിചാരിച്ചു. കുറേ കാലം CD തന്നെ ആയിരുന്നു. പിന്നെ ഹാർഡ് ഡിസ്കുകളും പെൻഡ്രൈവുകളും വന്ന സമയത്ത് സ്റ്റോറേജ് ഡിവൈസിലുള്ള മാറ്റങ്ങളാണ് എനിക്ക് തോന്നുന്നു കുറേയൊക്കെ ടെക്നോളജി വന്ന മെയിനൊരു മാറ്റം. അതിനനുസരിച്ചാണ് എക്യുപ്മെൻറ്റ്സ് എല്ലാം റീഡിസൈൻ ചെയ്യപ്പെട്ടതല്ല. അപ്പം നമ്മൾ മാഗ്നറ്റിക് ടേപ്പുകളിലുണ്ടായിരുന്ന ആ ഒരു റെക്കോർഡിംഗ് സ്റ്റൈലിൽ നിന്ന് ഡിജിറ്റൽ മീഡിയകൾ വന്നപ്പോൾ കുറച്ചുകൂടി കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള സമയത്തും നമ്മുടെ റെക്കോർഡിംഗ് മീഡിയം പലപ്പോഴും ഡാറ്റകളും അല്ലെങ്കിൽ ഡാറ്റ എന്ന് പറയുന്ന ചെറിയ മാഗ്നറ്റിക് ടേപ്പുകൾ തന്നെയായിരുന്നു. ഈ എക്യുപ്മെൻറ്റ്സ് എല്ലാം അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് അതിലൊക്കെ ചെറുതായിട്ട് വർക്ക് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട്. അതൊരു വേറെ എക്സ്പീരിയൻസ് ആണ്. കാരണം സൗണ്ടിന് അന്നും ഇന്നും വ്യത്യാസമുണ്ട്. ഡിജിറ്റലി വർക്ക് ചെയ്തിറക്കുന്ന ഓഡിയോയും നമ്മളിപ്പോൾ പഴയ മൈക്കൽ ജാക്സൻ്റെ ഒക്കെ ആൽബംസ് കേൾക്കുമ്പോൾ അതിൻ്റെ ഡൈനാമിക്സ്, അതിൻ്റെ സൗണ്ടിങ്ങിന് ശരിക്കും വ്യത്യാസമുണ്ട്. നമ്മളിപ്പോൾ പലപ്പോഴും അത് റീക്രിയേറ്റ് ചെയ്യാൻ നോക്കിയാൽ നമുക്ക് കിട്ടുന്നില്ല. അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം മാഗ്നറ്റിക് ടേപ്പുകളുടെ ഡൈനാമിക് റേഞ്ചും അല്ലെങ്കിൽ അന്ന് ഉപയോഗിച്ചിരുന്ന എക്യുപ്മെൻസിൻ്റെ ഒക്കെ പ്രത്യേകതകളാണ്. അന്നത്തെ സൗണ്ടിങ്ങിൻ്റെയും ഒക്കെ പ്രത്യേകതകളുണ്ട്. അതുപോലെ നമുക്കിന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. നമുക്കിന്ന് കൂടുതൽ ഡീറ്റെയിൽ ക്യാപ്ചർ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. കൂടുതൽ വൃത്തിക്ക് അത് മിക്സ് ചെയ്യാനും എല്ലാത്തിനും ഓപ്ഷൻസ് കൂടി. പക്ഷെ അന്നുണ്ടായിരുന്ന എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ മിസ്സിംഗ് ആണ്. ഞാനന്ന് സാറിൻ്റെ അടുത്തുനിന്ന് ഒരുപാട് ദാസേൻ്റെ ഒക്കെ പഴയ മേളകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള റെക്കോർഡിങ്സിൻ്റെ ഒക്കെ ടേപ്പുകൾ, അല്ലെങ്കിൽ യാനിയുടെ ഒക്കെ ഒറിജിനൽ ടേപ്പുകളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സൗണ്ടിങ് ശരിക്കും നമ്മൾ ഇപ്പോൾ കുറച്ച് മിസ് ചെയ്യുന്നുണ്ടെന്ന് പറയണം. അപ്പോൾ ടെക്നോളജിയിൽ വന്ന മെയിൻ ഒരു മാറ്റം അതാണ്. നമ്മുടെ റെക്കോർഡിംഗ് മീഡിയങ്ങളിൽ വന്ന വ്യത്യാസം, ഈ ക്യാപ്ചർ ഡിവൈസുകളിൽ വന്ന മാറ്റങ്ങൾ വലുതായിട്ട് വന്നിട്ട്. പിന്നെ അന്നത്തെ കുറച്ചുകൂടി റിസ്ക് ആയിരുന്നു. എന്ന് വെച്ചാൽ ഇന്ന് നമുക്കിപ്പം ഒരു പാട്ട് 5 മിനിറ്റിൻ്റെ ഒരു പാട്ട് 4 മണിക്കൂർ 5 മണിക്കൂർ എടുത്ത് പാടാം. ഓരോ വാക്കുകളായിട്ട് പഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ പാടിക്കഴിഞ്ഞതിന് ശേഷം ഓർക്കസ്ട്രയിൽ പിന്നെ എത്ര വേണമെങ്കിലും ഇരുന്ന് പണിയാം. ഫൈനലി ഇതെല്ലാം കഴിഞ്ഞ് മിക്സ് ചെയ്യാം. എല്ലാം മെല്ലെ മെല്ലെ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം പണ്ട് കാലത്ത് ഇതെല്ലാം ചെയ്തിരുന്നത് ഒറ്റ ടേക്കിനാണ്. നമ്മളൊന്നും ഉള്ള സമയത്തില്ല, അതിനു മുമ്പായിരുന്നു ഇങ്ങനെ ഒറ്റ ടേക്ക് റെക്കോർഡിങ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയങ്ങളിൽ ആർട്ടിസ്റ്റുകളും എഞ്ചിനീയേഴ്സും എല്ലാം അതുപോലെ അത്ര ഷാർപ്പായിരുന്നിരിക്കണം. അല്ലെങ്കിൽ ഒരാളുടെ മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ആ ടോട്ടൽ റെക്കോർഡിങ്ങിനെ സ്റ്റോപ്പ് ചെയ്ത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യേണ്ട അവസ്ഥ വരുമായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന റിസ്കുകളിൽ നിന്നൊക്കെ ഇന്ന് വളരെ എളുപ്പമായി. ആർക്ക് വേണമെങ്കിലും ഒരു ചെയ്യാം, വളരെ എളുപ്പത്തിൽ ചെയ്യാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നു. നമ്മൾ ഈ ടേപ്പിലേക്ക് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ, ഒരു എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആ ടേപ്പ് സ്റ്റോപ്പ് ചെയ്ത് അവിടെ കട്ട് ചെയ്ത് ഒരു കറക്റ്റ് ഗ്യാപ്പിന് ശേഷം കട്ട് ചെയ്ത് തിരിച്ചൊട്ടിച്ച് വെക്കുന്ന റിസ്ക് ആയിരുന്നു. അതെന്ന് പറഞ്ഞാൽ കറക്റ്റ് ആ താളത്തിലല്ല വീഴുന്നതെങ്കിൽ പോയി. അപ്പോൾ അത്രയും റിസ്കുകളുണ്ടായിരുന്നു. ഇപ്പം നമുക്കതെല്ലാം വളരെ ഈസിയായി മാറി. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് AI വർക്ക് ചെയ്ത് തുടങ്ങി സൗണ്ടിലും മ്യൂസിക്കിലും എല്ലാം. നമ്മൾ വെറുതെ കുറച്ച് വരികൾ എഴുതി കൊടുത്താൽ, സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്താൽ നമുക്ക് വേണ്ടി മ്യൂസിക് ക്രിയേറ്റ് ചെയ്ത് വരുന്ന ഒരവസ്ഥ എത്തിയിട്ടുണ്ട്. അതൊരു വലിയ ഒരു മാറ്റമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നമ്മൾ ഒരു ടേപ്പിൻ്റെ കാലഘട്ടത്തിൽ നിന്നും ഇപ്പം വളരെ ഈസി ആയിട്ട് ജസ്റ്റ് ഒരു ഹോബി ആയിട്ട് പോലും ആർക്ക് വേണമെങ്കിലും മ്യൂസിക് ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയും എളുപ്പമായിട്ട് കാര്യങ്ങൾ വന്നു. അല്ല സൗണ്ട് ക്ലീൻ ചെയ്യാനാണെങ്കിലും, ഇപ്പം ഒരു ഇത്തിരി മോശം റെക്കോർഡിംഗ് ആണെങ്കിലും അതിനെ ക്ലാരിറ്റി വരുത്തി അതിനെ ക്ലിയർ ചെയ്തെടുക്കാനായിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഒരുപാട് സൗകര്യങ്ങൾ കൂടിയിട്ടുണ്ട്. അതാണ് ബേസിക്കലി വർക്ക് ചെയ്യുന്ന എഫേർട്ടും കാര്യങ്ങളും എല്ലാം
ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്, ചെയ്യുന്ന രീതികളൊക്കെ സെയിം തന്നെയാണ്. പക്ഷേ ഇതെവിടെ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം നമ്മളൊരു സാധാരണ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൽ അല്ലെങ്കിൽ ഒരു സാധാരണ യൂട്യൂബിലൊക്കെ നമ്മൾ കാണാൻ പോകുന്ന ഒരു ഓഡിയോ ചെയ്യുന്ന അത്രയും അതിനേക്കാളും കുറച്ചുകൂടി സീരിയസ് ആയിട്ട് വേണം നമ്മളൊരു സിനിമ അപ്രോച്ച് ചെയ്യാൻ. കാരണം അത് പ്രൊജക്റ്റ് ചെയ്യാൻ പോകുന്ന സ്ഥലം വളരെ വലിയൊരു ഏരിയ ആണ്. അല്ലെങ്കിൽ ഒരു 180 ഡിഗ്രിയിൽ ലെഫ്റ്റും റൈറ്റും മാത്രമുള്ള ഒരു സ്റ്റീരിയോ ആയിട്ട് പ്ലേ ചെയ്യുന്ന ഒരു സാധനവും അതേ സമയത്തൊരു തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പം 64 ചാനൽ വരെയുള്ള സിസ്റ്റംസ് അറ്റ്മോസിലൊക്കെ വർക്ക് ചെയ്യാൻ പോകുന്ന ഒരു തിയേറ്ററിലേക്കാണ് സിനിമയുടെ ഒരു പാട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സിനിമയ്ക്കാകുമ്പോൾ കുറച്ചുകൂടി സീരിയസ് ആണ്. ഓരോ കാര്യങ്ങളും വളരെ ഇൻഡെപ്ത് പോവും. അതുപോലെ ടെക്നിക്കലി ആണെങ്കിലും നമ്മളതിൻ്റെ സാമ്പിൾ റൈറ്റ് ആണെങ്കിലും എല്ലാം വളരെ എന്താ പറയുക ഡീറ്റെയിൽ ആയിട്ട് കിട്ടുന്ന രീതിയിലായിരിക്കും എപ്പോഴും തിയേറ്ററിലേക്ക് വർക്ക് ചെയ്യുന്നത്. ഇതാണ് മെയിനായിട്ടുള്ളൊരു വ്യത്യാസം. പക്ഷേ എഫേർട്ടും കാര്യങ്ങളൊക്കെ നമ്മളെപ്പോഴും എല്ലാത്തിനും ഇടുന്നത് ഒരുപോലെ തന്നെ ആയിരിക്കും. ചെറിയൊരു പാട്ടാണെങ്കിലും വലിയൊരു പാട്ടാണെങ്കിലും എല്ലാത്തിൻ്റെ എഫേർട്ടും ടെക്നിക്കലി ഉള്ള കാര്യങ്ങളും ബേസിക്കലി ഒന്നാണ്. പക്ഷേ ഇത് പ്രൊജക്റ്റ് ചെയ്യാൻ പോകുന്നത് ഒരു വലിയ തിയേറ്ററിലേക്കാകുമ്പം നമ്മൾ കുറച്ചുകൂടി കൂടുതൽ ഡാറ്റ വേണം അതിന്. കുറച്ചുകൂടി എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു ചെറിയൊരു കീബോർഡിൻ്റെ ബാക്കിംഗ് മാത്രം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് യൂട്യൂബിൽ കേൾക്കാൻ ഒരു വീഡിയോയ്ക്ക് ധാരാളം മതിയായിരിക്കും. പക്ഷേ ഒരു തിയേറ്ററിൽ പോകുന്ന സമയത്ത് അതിൻ്റെ ലെയേഴ്സ് ആയിക്കോട്ടെ, അതിൻ്റെ സൗണ്ട് സ്പെക്ട്രം വളരെ നല്ല ഫില്ലായി നിൽക്കുമ്പോൾ മാത്രമാണ് നമുക്കത് കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്നത്. അത്രയും വലിയൊരു സ്പേസിലത് ഫീൽ ചെയ്യുന്നത്. ഇത് പ്രൊജക്റ്റ് ചെയ്യാൻ പോകുന്ന സ്പേസാണ് അതിൻ്റെ പ്രത്യേകത വരുന്നത്. ഇതിൻ്റെ ഔട്ട്പുട്ട് എവിടെയാണ് കേൾക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഹെഡ്ഫോണിലൊക്കെ ആണെങ്കിലും നമുക്ക് അറ്റ്മോസ് മിക്സുകളൊക്കെ അല്ലെങ്കിൽ സ്പേഷ്യൽ ഓഡിയോ ഒക്കെ കേൾക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആ സ്പെക്ട്രം കറക്റ്റ് പ്രോഗ്രാമിംഗ് സൈഡിൽ നിന്ന് തന്നെ തുടങ്ങണം. സൗണ്ട് എഞ്ചിനീയറിങ്ങിൻ്റെ എന്താ പറയുക, ഇപ്പോൾ മ്യൂസിക് ആണെങ്കിൽ പ്രോഗ്രാമിംഗ് സൈഡിൽ നിന്ന് തന്നെ പ്രോപ്പർലി എല്ലാ ഫ്രീക്വൻസീസും ബാലൻസ്ഡ് ആയി എല്ലാ ഏരിയയിലും ഉണ്ടോ എന്നുള്ളത് ഇതിൻ്റെ ക്രിയേഷൻ സൈഡിൽ തന്നെ കറക്റ്റ് ചെയ്ത് വരുമ്പോഴേ നമുക്ക് എൻഡിലേക്ക് വരുമ്പോഴും അത് വൃത്തിയായിട്ട് കേൾപ്പിക്കാൻ പറ്റും. അതെനിക്ക് തോന്നുന്നത് നമ്മുടെ മ്യൂസിക്കിൻ്റെ സ്വഭാവം മാറി. മ്യൂസിക്കിൻ്റെ സ്വഭാവം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, നമ്മുടെ സിനിമകളുടെ സ്വഭാവം മാറി, നമ്മുടെ സ്വഭാവം മാറി. എന്ന് വെച്ചാൽ ടോട്ടലി കാലഘട്ടത്തിൻ്റെ മാറ്റത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാനതിനെ കാണുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ പഴയ കാലഘട്ടത്തിൽ ഇപ്പോൾ ഒരു സിനിമയിലൊരു പാട്ടെന്ന് പറഞ്ഞാൽ ആ സിറ്റുവേഷന് വേണ്ടി എഴുതി ആ സിനിമയുടെ ഒരു കഥയോട് വളരെ ചേർന്ന് പോകുന്ന ലിറിക്കോട് കൂടി മാത്രം ആയിരുന്നു ഒരു പാട്ട് പ്ലേസ് ചെയ്യപ്പെടുന്നത്. ആ പാട്ടിൻ്റെ വരികളിൽ കൃത്യമായിട്ട് അവർ ഒരു എന്താ പറയുക, ഈവൻ ആ സിനിമയുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഡയലോഗുകൾ പോലും ഒരു കുറച്ചുകൂടെ കാവ്യാത്മകമായിട്ട് അല്ലെങ്കിൽ ഒരു പൊയറ്റിക് ആയിട്ട് എഴുതുന്നതായിരുന്നു അന്നത്തെ പാട്ടുകളുടെ ലിറിക്സൊക്കെ. ഒരു 5 മിനിറ്റ് പാട്ട്, ഒരു പല്ലവി അനുപല്ലവി ചരണം, ചില പാട്ടുകൾക്ക് വീണ്ടും ഒരു അനുചരണം കൂടി വരുന്ന രീതിയിൽ ഒരു 5-7 മിനിറ്റൊക്കെയുള്ള പാട്ടുകളിൽ നിന്ന് ഇപ്പോൾ ചുരുങ്ങി മാക്സിമം 3 മിനിറ്റിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് ഒരു പല്ലവി ഒരു അനുപല്ലവി. ഇപ്പോൾ പലതും സിനിമകളിൽ വരുമ്പം ഒരു പോർഷൻ മാത്രമായിട്ട് വരുന്നുണ്ട്. അപ്പം അത് ഒരു പരിധിവരെ നമ്മൾ ഒരു ഫുൾ സോങ് കേട്ടിരിക്കാനുള്ള ആളുകളുടെ ക്ഷമ കുറഞ്ഞു. അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൈല് മൊത്തത്തിൽ മാറി. നമ്മുടെ ഇപ്പം റീലുകളുടെയൊക്കെ ആണെങ്കിലും സമയം 30 സെക്കൻഡ്, ഈ 30 സെക്കൻഡിനുള്ളിൽ കൊടുക്കുന്ന കണ്ടന്റ് അതിലേക്ക് വരും. അപ്പോൾ പാട്ടുകളും ഇതേപോലെ ചെറുതായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമാണത്. പിന്നെ ലിറിക്കിൻ്റെ ഇമ്പോർട്ടൻസ്, ലിറിക്ക് ഇന്നും എന്താ പറയുക, ഇപ്പം നമ്മൾ ലിറിക്സിന് ഇമ്പോർട്ടൻസ് ഇല്ലെന്ന് ഒരിക്കലും പറയില്ല. ഇപ്പോഴും നന്നായിട്ട് എഴുതുന്ന ഒത്തിരി എഴുത്തുകാരും നന്നായിട്ട് എഴുതുന്ന പാട്ടുകളും ഉണ്ട്. ഇപ്പം നമ്മൾ ഗിരീഷേട്ടൻ്റെ ഒക്കെ പാട്ടുകളാണ് നമ്മളിപ്പോഴും നല്ല എഴുത്ത്, അല്ലെങ്കിൽ വയലാറിൻ്റെ പാട്ടുകൾ ഇന്നും നന്നായിട്ട്. ഇപ്പോൾ ഹരിച്ചേട്ടനാണേലും ഒത്തിരി ലിറിക്സിസ്റ്റുകൾ ഇപ്പം എഴുതുന്ന എഴുത്തുകാരൊക്കെ നല്ല വൃത്തിയായിട്ട് നന്നായിട്ട് എഴുതുന്നുണ്ട്. അപ്പം അതിൻ്റെ സ്റ്റൈല് കുറച്ചൊക്കെ മാറി. മറ്റ് വേറെ കുറേ ആൾക്കാർ അതിനെ വേറെ രീതിയിലാണ് കാണുന്നത്. ഇതിൻ്റെ ഒരു ചെറിയ നെഗറ്റീവ് സൈഡും ഉണ്ട്. അതായത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും എന്നുള്ളൊരവസ്ഥ വന്നത് കൊണ്ട് തന്നെ വളരെ എളുപ്പമായി, ആക്സസിബിളായി എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ അത്ര സീരിയസ് ആയിട്ട് ഇതിനെ കാണാത്തവരും പലപ്പോഴും പാട്ടുകൾ എഴുതുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ചില വരികളൊക്കെ നമുക്ക് കേൾക്കുമ്പം കണക്റ്റ് ആവാതിരിക്കും. കാരണം നമ്മളുടെ റെഫറൻസ് പണ്ട് മുതലേ നമ്മൾ കേട്ട് വന്നിരുന്ന നല്ല കവിതകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ലിറിക്സുകളിൽ നിന്നും നമ്മുടെ റെഫറൻസ് വന്നതുകൊണ്ടാകാൻ ചില പാട്ടുകൾ കേൾക്കുമ്പം ചില വരികൾ തമ്മിലോ അല്ലെങ്കിൽ ഇത് ഈ സിറ്റുവേഷനിൽ എന്താണ് ഇങ്ങനെ പാടുന്നത് അങ്ങനെ മനസ്സിലാകാത്ത സിറ്റുവേഷൻസ് വരാം. പക്ഷേ അത് ഓരോ കാലഘട്ടത്തിൻ്റെയും മാറ്റത്തിൻ്റെ കൂടെ പോകുന്ന ഒരു കാര്യമാണ്. ഇപ്പം മ്യൂസിക്കലി അതിനെ പാക്ക് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടും ഫോക്കസ് ചെയ്യപ്പെടുന്ന ഒരു കാര്യം. ആ രീതിയിലേക്കാണ്. അത് ഒരുപാട് വന്നിട്ടുണ്ട്. അതിപ്പോൾ എനിക്കെന്നല്ല, ഒരുവിധപ്പെട്ട എല്ലാ സൗണ്ട് എഞ്ചിനീയേഴ്സിനും പലപ്പോഴും വന്നിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്. സൗണ്ട് എഞ്ചിനീയേഴ്സ് അല്ല, മ്യൂസീഷ്യൻസിന് നമ്മൾ വളരെ പ്രതീക്ഷയിൽ വർക്ക് ചെയ്ത ചില പാട്ടുകൾ ചിലപ്പോൾ ആരും ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടാവും. ഒട്ടും പ്രതീക്ഷിക്കാത്ത പാട്ടുകൾ വളരെ ഹിറ്റായതുകൊണ്ടാവും. പക്ഷേ ഒരുപാട് നല്ല പാട്ടുകൾ ചെയ്തത് വേണ്ടത്ര ശ്രദ്ധിക്കാതെ പോയെന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. വാരിക്കുഴിയിലെ കൊലപാതകം എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു, മേജോ ചേട്ടൻ മ്യൂസിക് ചെയ്ത്. അതിൽ കന്നിവെയിൽ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ശ്രേയ ഘോഷലും കൗശിക് മേനോനും കൂടെ പാടിയൊരു പാട്ട്. നല്ലൊരു പാട്ടാണെന്ന് വെച്ചാൽ നമ്മുടെ പാട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ
ഭയങ്കര എൻജോയ് ചെയ്ത് പാട് കേട്ട് എന്താ പറയുക ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്ന ഒരു പാട്ട്. പക്ഷെ അത് എത്രത്തോളം ആളുകളുടെ ഇടയിൽ അത് വന്നിട്ടുണ്ടെന്ന് അറിയില്ല. നല്ല പാട്ടായിരുന്നു. അത് കേട്ടിട്ടുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇന്നും നമ്മുടെ ഒരു ഭയങ്കര വലിയ ഹിറ്റ് ലിസ്റ്റിലൊന്നും അധികം പേര് കേട്ടിട്ടില്ലാത്തൊരു പാട്ടാണ്. അതുപോലെയുള്ള ഒത്തിരി പാട്ടുകൾ നമ്മുടെ അനുഗ്രഹീതൻ ആന്റണിയിൽ കാമിനി എന്ന് പറയുന്ന സോങ് വളരെ ഹിറ്റായി. അതിൻ്റെ കൂടെ തന്നെ ആ സിനിമയിൽ വേറെയും ഒരുപാട് പാട്ടുകളുണ്ടായിരുന്നു. നീയെ മറയുകയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ടുകൾ, നല്ല ഗംഭീരമായിട്ടുള്ള പാട്ടുകൾ. ചില സമയത്ത് ഇതേപോലെ ഏതെങ്കിലും ഒരു ഹിറ്റ് പാട്ടുകളുടെ പുറകിൽ ചിലപ്പോൾ ചില പാട്ടുകൾ ഹിറ്റാവാതെ പോകും. ചിലപ്പം ചില ചാനലുകളുടെ പല കാരണങ്ങളും ഉണ്ട് ചിലപ്പം ഹിറ്റാവാതെ പോകും. അപ്പം നമുക്ക് വർക്ക് ചെയ്ത് നമുക്കായിരിക്കും ഏറ്റവും വിഷമം. കാരണം ഒരു പാട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും അധികം വർക്ക് ചെയ്യുന്ന ആൾ ചിലപ്പം സൗണ്ട് എഞ്ചിനീയേഴ്സ് ആയിരിക്കും. അത് പ്രോഗ്രാമിംഗ് ചെയ്ത് കഴിഞ്ഞു, മ്യൂസിക് ഡയറക്ടർ മ്യൂസിക് ചെയ്ത് കഴിഞ്ഞ് പാട്ടുകാരൻ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 4 മണിക്കൂറിൽ പാടിക്കഴിഞ്ഞ് പോയാൽ പിന്നെ ഇത് മുഴുവൻ ഇരിക്കുന്നത് ഈ പാട്ട് ഇറങ്ങുന്നവരെ സൗണ്ട് എഞ്ചിനീയേഴ്സിൻ്റെ കയ്യിലാണ്. ഇത് ഏറ്റവും കൂടുതൽ തവണ ഇറങ്ങുന്നതിന് മുമ്പ് കേൾക്കുന്നത് സൗണ്ട് എഞ്ചിനീയേഴ്സ് ആയിരിക്കും. അപ്പോൾ രാത്രിയും പകലും കേട്ട് ചിലപ്പോൾ ഒരു ദിവസങ്ങളോ ആഴ്ചകളൊക്കെ എടുത്തിട്ടായിരിക്കും ഒരു പാട്ട് മിക്സിങ് ചെയ്ത് തീർക്കുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ഇൻഡെപ്ത് കേട്ടിട്ടുള്ളത് നമ്മളായിരിക്കും. നമ്മളതിനെ വല്ലാതെ ഇഷ്ടപ്പെട്ട് ആയിരിക്കും ഇത് ഔട്ട് പാട്ട് പോകുന്നത്. അങ്ങനെ ചില പാട്ടുകൾ അത് ശ്രദ്ധിക്കാതെ പോയി എന്ന് പറയും. ഇപ്പോൾ ഈ ലാസ്റ്റ് ഇറങ്ങിയ തന്നെ ഔസേപ്പച്ചൻ സാറിൻ്റെ ഒരു മച്ചാൻ്റെ മാലാക എന്ന് പറയുന്ന മൂവിയിലൊരു പാട്ടുണ്ടായിരുന്നു, അമ്പിളിപ്പൂ എന്ന് പറഞ്ഞിട്ട് പാട്ട്. അത് അത്യാവശ്യം ആളുകൾ കേട്ടു. പക്ഷെ എന്നാലും ആ പാട്ട് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഇതൊരു വലിയ ഹിറ്റാവാനുള്ളൊരു സാധ്യത ഉണ്ടെന്ന് തന്നെ വിചാരിച്ചൊരു പാട്ട്. അത്രയും മനോഹരമായിട്ട്. കാരണം ഔസേപ്പച്ചൻ സാർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പുള്ളി അങ്ങനത്തെ മെലഡികളുടെ ഒരു രാജാവാണ്. അപ്പോൾ സാറിൻ്റെ ഒരു പാട്ട് ഞാൻ വളരെ പ്രതീക്ഷയിൽ ചെയ്തൊരു പാട്ടാണത്. അത് ചെയ്ത് മിക്സിങ് കഴിഞ്ഞെല്ലാം കുറേ നാൾ കഴിഞ്ഞിട്ട് ആ മൂവി ഇറങ്ങിയത്. പക്ഷേ ആ മൂവിയിൽ അത് മുഴുവനായിട്ടുണ്ടായിരുന്നില്ല. പാട്ടിറങ്ങിയിട്ടും ഒരുപാട് പേര് കേട്ടിട്ടുണ്ട്. ഒത്തിരി അത്യാവശ്യം ഹിറ്റായിരുന്നു. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച ഒരു ലെവലിൽ അത് എത്തിയോ എന്നുള്ളത് സംശയമാണ്. അപ്പം അങ്ങനെയുള്ള ചില നല്ല പാട്ടുകൾ വേണ്ടത്ര പരിഗണിക്കപ്പെടാതെ പോകുന്നു പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ ഒത്തിരി പാട്ടുകൾ കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് പെട്ടെന്ന് ഓർമ്മ വന്ന പാട്ടുകൾ പറഞ്ഞു. ഇപ്പോൾ ലാസ്റ്റ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ, ഇപ്പം ഇതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടില്ല, പ്രീ പ്രൊഡക്ഷൻ വർക്കുകളെല്ലാം തീർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ പാട്ടിൻ്റെ വർക്കുകൾ നമ്മൾ നേരത്തെ ചെയ്തു. ജോഷുവ എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടറാണ്, സന്തോഷ് ഡയറക്ടറിൻ്റെ അവിടെ. അപ്പം സന്തോഷേട്ടൻ വളരെ ഇതിനോടൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. അപ്പം നമ്മുടെ ഈ വർക്കിൻ്റെ സമയത്തൊക്കെ സന്തോഷേട്ടൻ വന്നിരിക്കും, മിക്സ് ചെയ്യുമ്പോഴും സന്തോഷേട്ടൻ വന്നിരിക്കും. പുള്ളിക്ക് അതിനോടൊക്കെ ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ വന്നിരിക്കുമ്പോൾ പലപ്പോഴും ഈ പാട്ടിൻ്റെ ഓരോ സ്റ്റേജിൽ നിന്നും പാട്ട് നല്ല കൂടുതൽ നന്നായി വരുമ്പോഴത്തേക്കും നമ്മൾ പ്ലാൻ ചെയ്ത വിഷ്വലിൽ നിന്ന് പലപ്പോഴും സന്തോഷം തന്നെ പറയും, എടാ ഞാനിതിന് ഇങ്ങനെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഇങ്ങനെ ഒരു വിഷ്വലാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ആ ലൊക്കേഷൻ മാറ്റണം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ആർട്ടിസ്റ്റുകളൊക്കെ ഇടണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഐഡിയയും കൂടി വരുത്താം. അങ്ങനെ ഈ പാട്ടിന് മുമ്പ് പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന കാര്യങ്ങളുമായിട്ട് ചിലപ്പോഴൊക്കെ പാട്ടിൻ്റെ വർക്ക് കഴിഞ്ഞ് വരുമ്പം, അല്ലെങ്കിൽ സൗണ്ടിൻ്റെ ആ വർക്ക് പ്ലാനിങ് കഴിയുമ്പോൾ തന്നെ ചിലപ്പം സ്റ്റോറിയിൽ മാറ്റങ്ങളുണ്ടാവും. ചിലപ്പോൾ അതിനുവേണ്ടി മാത്രമായിട്ട് സീൻ പോലും എഴുതിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. കാരണം നല്ലൊരു പാട്ട്, ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഇത് പ്ലാൻ ചെയ്ത് വന്ന് നമ്മുടെ പ്ലാനിങ്ങിലില്ലായിരുന്നു, പക്ഷേ ഇതെന്തായാലും ഇതിന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, ഇതിനുവേണ്ടി നമുക്ക് സെപ്പറേറ്റ് സിറ്റുവേഷൻ ഉണ്ടാക്കാന്ന് പറഞ്ഞ കഥകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അത് നന്നായിട്ട് തന്നെ വർക്കാവുന്ന ഒരുപാട് സിറ്റുവേഷൻസ് അങ്ങനെ ഉണ്ടാവാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാനും ഒരുപാട് ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ്. സൗണ്ട് എഞ്ചിനീയേഴ്സിന് പലപ്പോഴും ഇപ്പം ഒരു ക്യാമറമാൻ അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫർ അല്ലെങ്കിൽ എന്താ പറയുക എഡിറ്റർ എന്നൊക്കെ പറയുന്നതിൻ്റെ ഒന്നും ഒപ്പത്തിൽ ചിലപ്പോൾ കിട്ടാറില്ല. ഇപ്പോഴാണ് എഡിറ്റേഴ്സിനൊക്കെ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കിട്ടി തുടങ്ങി. കാരണം ആളുകൾ കുറച്ചുകൂടി എഡിറ്റിംഗ് എന്താണെന്ന് പഠിച്ചതുകൊണ്ടാണത്. എഡിറ്റിംഗ് എന്താണെന്നും എഡിറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും പഠിച്ചതുകൊണ്ട് ഇന്ന് ആളുകൾ എഡിറ്റേഴ്സിനെ കുറച്ചുകൂടി നന്നായിട്ട് കാണുന്നുണ്ട്. നമുക്കറിയാവുന്ന കാര്യത്തിനെ നമുക്ക് റെസ്പെക്ട് ചെയ്യാനും പറ്റുള്ളൂ എന്ന് പറയുന്ന പോലത്തെ ഒരു ഫാക്റ്റാണത്. സൗണ്ടിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ സൗണ്ട് എന്ന് പറയുന്ന ഒരു വലിയ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇപ്പോൾ ഒരു സിനിമയ്ക്ക് ഒരു എഡിറ്ററേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു സിനിമാറ്റോഗ്രാഫറേ ഉണ്ടാവുള്ളൂ. പക്ഷെ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു 100 പേര് ചിലപ്പോൾ കാണും അതിൽ. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യവും ഒരു പരിധി വരെ അത് തന്നെയാണ് അതിൻ്റെ ഒരു ലിമിറ്റേഷൻ. ഇപ്പം ഒരു സിനിമയുടെ മിക്സിംഗ് എഞ്ചിനീയർ എന്ന് പറയുമ്പം നമ്മൾ പ്രധാനമായിട്ടും അത് തിയേറ്റർ മിക്സ് ചെയ്ത എഞ്ചിനീയറിൻ്റെ പേര് മാത്രമായിരിക്കും ഫസ്റ്റ് ടൈറ്റിലേ വരിക. അല്ലാതെ ആ സിനിമയിൽ വർക്ക് ചെയ്ത സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ ചിലപ്പോൾ 100 പേര് കൂടുതൽ പോലും വർക്ക് ചെയ്തിട്ടുള്ള സിനിമ ഉണ്ടാവും. അപ്പോൾ വലിയ സിനിമകളുടെയൊക്കെ നിങ്ങൾ ഈ എൻ ടൈറ്റിൽ അത് അധികാരം കാണാറില്ല. പക്ഷേ നമ്മുടെയൊക്കെ പേര് അധികവും എൻ ടൈറ്റിൽ വരുന്നത് നമ്മൾ നോക്കുന്നത് എപ്പോഴും നമ്മുടെ കൂടെ വർക്ക് ചെയ്ത ആളുകൾ ആരൊക്കെയായിരുന്നു. നമ്മളെപ്പോഴും പണ്ട് മുതലേ ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചിറങ്ങുന്ന സമയം മുതലേ ഈ ടൈറ്റിൽ വരെ കണ്ടിട്ടേ സിനിമ കഴിഞ്ഞിറങ്ങുള്ളൂ. ആ ലാസ്റ്റ് അത് ഏത് സോഫ്റ്റ്വെയറിലാണ് വർക്ക് ചെയ്തതെന്നുള്ള ലോഗോയും കൂടെ കണ്ടിട്ടേ നമ്മൾ ഇറങ്ങുള്ളൂ. പക്ഷെ ഞാൻ തിയേറ്ററിൽ എപ്പോഴും പോയിരിക്കുമ്പോൾ കാണുന്നത് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ജസ്റ്റ് ഡയറക്റ്റഡ് ബൈ എന്ന് എഴുതി കാണിക്കുമ്പോൾ തന്നെ ആളുകൾ എണീറ്റ് പോകും. പിന്നെ അതിനപ്പുറത്ത് വർക്ക് ചെയ്തവരെ പറ്റി ആരും ചിന്തിക്കുന്നില്ല. അപ്പോൾ ഇതിൽ നിങ്ങൾ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഒരു എത്ര മ്യൂസിഷ്യൻസ് അല്ലെങ്കിൽ എത്ര എഞ്ചിനീയേഴ്സ്, റെക്കോർഡിസ്റ്റുകൾ, ഒരുപാട് പേരുള്ള ഒരു ഏരിയയാണ്. അതുകൊണ്ട് ആയിരിക്കാം ഒരുപക്ഷെ സൗണ്ട് എഞ്ചിനീയേഴ്സ് എന്ന് പറയുമ്പം ഫോക്കസ്ഡ് ആയിട്ട് ഒരാളിലേക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പം മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ വരുന്നത്. പക്ഷേ മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരാളിലേക്ക് പോയിന്റ് ചെയ്യാൻ പറ്റും. പക്ഷേ സൗണ്ട് എഞ്ചിനീയേഴ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് പേരുണ്ട്.
എന്നുവെച്ചാൽ ആ സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്ത പ്രോഗ്രാമേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ റെക്കോർഡിങ് സമയത്ത് ലൈവ് റെക്കോർഡ് ചെയ്ത ആൾക്കാർ, ഡബ്ബിങ് എഡിറ്റ് ചെയ്ത അവർ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് പേര് വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രിയാണ്. ഇപ്പോൾ മ്യൂസിക്കിലാണെങ്കിൽ നമ്മൾ പലപ്പോഴും റെക്കോർഡിങ് ചെയ്തവരെ ചിലപ്പം അറിയില്ല, പക്ഷേ മിക്സ് ചെയ്തവരെ കുറച്ചുകൂടി അറിയും. എന്ന് പറഞ്ഞ പോലെയാണ്, ഒരുപാട് പേരുള്ള ഒരു ഇൻഡസ്ട്രി ആയതുകൊണ്ട്, വലിയൊരു ഇൻഡസ്ട്രി ആയതുകൊണ്ടായിരിക്കാം മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ കിട്ടുന്ന അത്രയും റെക്കഗ്നേഷൻ പലപ്പോഴും ഒരു സൗണ്ട് എഞ്ചിനീയേഴ്സിന് കിട്ടാറില്ല. ജേക്സേട്ടൻ, ഞാനിപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ സിനിമകളും ജേക്സേട്ടനുമായിട്ട് തന്നെയാണ്. ജേക്സേട്ടനെ എനിക്ക് തോന്നുന്നു കടുവ, പാപ്പൻ, ആ ഒരു സിനിമകളുടെ സമയം മുതലൊക്കെയാണ് ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്ത് തുടങ്ങിയത്. ജേക്സേട്ടൻ ചെന്നൈയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ജേക്സേട്ടൻ കൊച്ചിയിലേക്ക് വന്നിട്ട് ആ സമയം മുതൽ ഏകദേശം നമ്മൾ ഒരുപാട് സിനിമകൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ജേക്സേട്ടൻ എന്താ പറയുക, വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് ജേക്സേട്ടൻ്റെ കൂടെ എപ്പോഴും വർക്ക് ചെയ്യാൻ. ജേക്സേട്ടൻ ഫുള്ളി ഫോക്കസ്ഡ് ആണ് ആ സിനിമയിൽ. എന്നുവെച്ചാൽ ജേക്സേട്ടൻ ഇപ്പോൾ ഒരു പടത്തിൻ്റെ വർക്ക് എടുക്കുന്ന സമയത്ത് എന്താ പറയുക, ജേക്സൺ ഒന്നും സമാധാനമായിട്ട് ഇരിക്കുന്ന പോലും നമ്മൾ അധികം കാണാറില്ല. ഫുള്ളി ഫോക്കസ്ഡ് ആണ്. എന്ന് വെച്ചാൽ വേറൊരു കാര്യത്തിലേക്കും പുള്ളി ചിന്തിക്കുന്നില്ല. പുള്ളി ചിലപ്പോൾ എന്താ പറയുക, ഭക്ഷണം കഴിക്കേണ്ട സമയം പോലും ഓർക്കുക പോലും ഇല്ല. നമ്മൾ കണ്ടിന്യൂസ് ഇരിക്കുകയാണെങ്കിൽ ആ സീനിനെ അതെങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അല്ലെങ്കിൽ സൗണ്ട് വെച്ച് ആ സിനിമേനെ എങ്ങനെ കൂടുതൽ ചെയ്യാം, അല്ലെങ്കിൽ ആ മ്യൂസിക്കിലാണെങ്കിൽ ആ ഒരു പോർഷനിൽ ഈ ഒരു പാടുന്ന സാധനം, ചിലപ്പോൾ നമ്മൾ പല പാട്ടുകളും പാടിക്കുമ്പോൾ ജേക്സൺ ഇരിക്കുന്നത് അത് നന്നായിട്ട് വന്നല്ലോ, പിന്നെ എന്തായിരിക്കും. അപ്പം അപ്പോഴും ജേക്സന്റെ മനസ്സിലുള്ള എന്തോ കിട്ടിയിട്ടില്ല. അപ്പം അത് കിട്ടുന്നവർ ജേക്സേട്ടൻ വളരെ അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ് ജേക്സേട്ടൻ. ഭയങ്കര ഡെഡിക്കേറ്റഡ്ലി, ഇങ്ങനെ എല്ലാവരും ഡെഡിക്കേറ്റഡ്ലി തന്നെയാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ, എല്ലാ മ്യൂസിഷ്യൻസും അങ്ങനെ തന്നെയാണ്. പക്ഷേ ജേക്സേട്ടൻ ഇങ്ങനെ ഭയങ്കര ഫോക്കസ്ഡ് ആണ്. വേറെ ഒന്നിനെ പറ്റിയും ജേക്സേട്ടൻ ആ സമയത്ത് ചിന്തിക്കുന്നില്ല. ജേക്സന്റെ ഒരു വലിയൊരു ക്വാളിറ്റി ആയിട്ട് അങ്ങനത്തെ ഒരു കാര്യമാണ്. ഒരുവിധം നമ്മുടെ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു ഭാഗ്യമാണ്. എൻ്റെ ഏകദേശം തുടക്കമൊക്കെ ജെറിമാഷിൻ്റെ ഒക്കെ കൂടെയായിരുന്നു. ജെറി അമൽദേവ് സാറിൻ്റെ കൂടെയൊക്കെ ആയിരുന്നു. ആക്ഷൻ ഹീറോ ബിജുവിൻ്റെ ഒക്കെ സമയത്തൊക്കെ ആയിരുന്നു. അവരിൽ നിന്നും ഇന്നത്തെ മ്യൂസിക് ഡയറക്ടേഴ്സിലേക്ക് ഒരുപാട് വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ അത് ഞാൻ ഭയങ്കര ഒരു അത്ഭുതത്തോടു കൂടി കാണുന്നൊരു കാര്യമാണ്. ഓരോ മ്യൂസിക് ഡയറക്ടറും വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പം അങ്ങനെ ഒരുപാട് പേരുടെ കൂടെ വർക്ക് ചെയ്ത് നല്ല എക്സ്പീരിയൻസുകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആരോട് ചോദിച്ചാലും പറയുമല്ലോ, എ ആർ റഹ്മാൻ്റെ കൂടെ വർക്ക് ചെയ്യാനാണ് ആഗ്രഹം. ഞാൻ അത്ര മുകളിലോട്ട് പോയില്ലെന്നുള്ളൂ. ഡെഫിനറ്റ്ലി ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം എങ്ങനെയാണ് അവരുടെ വർക്ക് സ്റ്റൈൽ, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് സൗണ്ടിങ്ങിലേക്ക് എത്തുന്നതെന്ന് അറിയാനായിട്ട്. അക്കാര്യത്തിൽ ഞാൻ റഹ്മാൻ സാറിൻ്റെ ഒരു വലിയൊരു ഫാനാണ്. സാറിൻ്റെ സൗണ്ടിങ് ആണ് എനിക്ക് ഭയങ്കര ഇമ്പ്രസീവ് ആയിട്ടുള്ള തോന്നിയിട്ടുള്ളൊരു കാര്യം. ഡെഫിനറ്റ്ലി ആദ്യത്തെ നമ്മുടെ ഒരു ആഗ്രഹം റഹ്മാൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യണം തന്നെയാണ്. പിന്നെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ പറഞ്ഞാൽ സീനിയർ മ്യൂസീഷ്യൻസിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കുറച്ചുകൂടി ഇഷ്ടമാണ്. വേറെ ഒരു ഡിസിപ്ലിനും വേറെ ഒരു തലമാണ് അത്. ഇപ്പം ജെറിമാഷിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ ഭയങ്കര വണ്ടടിച്ചിരിക്കുക. എന്നാൽ ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ടുള്ളൂ. മാഷിൻ്റെ അടുത്ത് ഒരു കീബോർഡ് പോലും ഇല്ല. മാഷ് വരുന്നത് ഒരു 10-15 ഷീറ്റ് പേപ്പറുമായിട്ടാണ്. അപ്പം ബേസ് ഗിറ്റാർ വായിക്കുന്ന ആൾ വരുന്നു, ഒരു പേപ്പർ കൊടുക്കുന്നു. വയലിൻ വായിക്കുന്നവർക്ക് ഒരു പേപ്പർ. അപ്പം കംപ്ലീറ്റ് സ്കോറെല്ലാം എഴുതി എല്ലാം ഫിക്സാണ്. വേറെ ഒന്നും അത് ചെയ്യാനില്ല. ഈ കൊടുക്കുന്ന നോട്ട് നോക്കി ജസ്റ്റ് പ്ലേ ചെയ്യാന്നുള്ളതാണ്. അതിനെ വൃത്തിയായിട്ട് പ്ലേ ചെയ്യാൻ മ്യൂസിക്, അതാണ് ആർട്ടിസ്റ്റ് ചെയ്യുന്നത്. ബാക്കി മുഴുവൻ മാഷിൻ്റെ തലയിൽ ആ പാട്ടിൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരു അറേഞ്ച്. അപ്പോൾ ഇപ്പം നമ്മൾ കുറച്ചുകൂടി ടെക്നോളജി കൂടി വന്നത് കൊണ്ട് തന്നെ വേറൊരു സ്റ്റൈൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വർക്ക് ചെയ്ത് അങ്ങനെ കൂടുതൽ നന്നാക്കി, അല്ലെങ്കിൽ വേണ്ടെന്ന് തോന്നുന്നത് അപ്പം തന്നെ മാറ്റാം. തീരുമാനങ്ങൾ കുറച്ചുകൂടി വ്യത്യാസം വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു ഇതിൽ. പക്ഷേ അന്നത്തെ വർക്കുകൾ ഭയങ്കര ലൈറ്റാണ്. പക്ഷെ അത് കൃത്യമായിട്ട് അവരുടെ തലയിലുള്ള ഒരു സാധനമുണ്ട്. അതിനെ ജസ്റ്റ് അപ്ലൈ ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു. അതൊരു പഴയ മ്യൂസീഷ്യൻസിൻ്റെയും പുതിയ ആൾക്കാരുടെയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പോൾ പുതിയ ഒരുപാട് പേരോട് വർക്ക് ചെയ്തപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു വ്യത്യാസമാണ് തോന്നി. ഞാൻ മിസ് ചെയ്യുന്ന ശരിക്കും ഇതേപോലെ പഴയ ആളുകളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നാണ്. എല്ലാവർക്കും ചലഞ്ചിങ് തന്നെയാണ് അധികവും. നമുക്ക് വരുന്ന മെയിൻ ചലഞ്ച് അധികം സമയത്തിൻ്റെ ആയിരിക്കും. നമുക്ക് സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് വിഷ്വൽ മിക്കവാറും അവസാന ഘട്ടത്തിൽ വരുന്നത് നമുക്ക്. പക്ഷേ റിലീസ് ഡേറ്റ് അടക്കം എല്ലാം ഫിക്സ് ചെയ്തതിന് ശേഷമായിരിക്കും മിക്കവാറും മ്യൂസിക് അല്ലെങ്കിൽ സൗണ്ടിൻ്റെ മിക്സിനും ഒക്കെ ആയിട്ട് നമ്മുടെ കയ്യിലേക്ക് വരുന്ന പാട്ടുകൾ. അപ്പോൾ ആ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ വിചാരിക്കുന്നത്രയും സമയത്തിൽ ഇരിക്കാൻ നമുക്ക് കിട്ടത്തില്ല. ഈ ഡേറ്റ് വലിയൊരു പ്രശ്നമായിരിക്കും. നമുക്ക് ആ സമയത്ത് വേറെ വർക്ക്സ് എന്തെങ്കിലും ചിലപ്പോൾ നമ്മൾ ഓൾറെഡി എടുത്തു പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇടയിൽ നിന്ന് ഈ പല രാത്രികളും നമ്മൾ നേരം വിളിപ്പിക്കുന്നത് സ്റ്റുഡിയോയുടെ തന്നെ ഇരുന്ന് തന്നെയാണ്. ടൈമിംഗ് ആണ് വലിയൊരു ചലഞ്ച്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, മെയിനായിട്ട് ഈ മിക്സിലെ ഒരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് കേൾക്കുന്നത് ഇപ്പം ചെറിയ ഇത്രയുള്ള ബ്ലൂടൂത്ത് സ്പീക്കർ തൊട്ട് തിയേറ്റർ വരെ ഈ ഒരു മിക്സ് തന്നെയാണ് മിക്കവാറും കേൾക്കാൻ പോകുന്നത്. അത് വലിയൊരു ചലഞ്ച് തന്നെയാണ്. അത് മിക്കവാറും എല്ലാ വർക്കിലും നമ്മൾ ഫേസ് ചെയ്യുന്നതാണ്. ഇപ്പം നമ്മൾ അയച്ചു കൊടുക്കുന്ന ഒരു ഫയൽ മിക്കവാറും അവർ ചിലപ്പം കേട്ട് നോക്കുന്നത് കാറിലിട്ടിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ചെറിയ സ്പീക്കറിലോ ആയിരിക്കും. അത് മോശം പറയാൻ പറ്റില്ല. പലരും അതിലായിരിക്കും കേൾക്കുന്നത്. അതിൽ കേൾക്കുന്ന സമയത്ത് അവരുടെ റെഫറൻസ് നമ്മളിവിടെ കേൾക്കുന്ന പോലെ ആയിരിക്കില്ല അവർ കേൾക്കുന്നത്. ഇതൊരു പ്രശ്നമായിട്ട് പലപ്പോഴും തോന്നാറുണ്ട്.
ഈ സമയമല്ലാതെ പിന്നെ വരുന്ന ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലേയേഴ്സ് ഒരുപാടാവുന്ന സമയങ്ങളിൽ എന്താ പറയുക, ഇപ്പോൾ ചില പാട്ടുകളൊക്കെ 200-300 ട്രാക്കൊക്കെ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ മിക്സ് ചെയ്യാനായിട്ട് വരുന്നത്. ഇത് രണ്ടും കൂടെ നമ്മൾ ഈ 2 സ്പീക്കറിൽ കേൾപ്പിക്കണം എന്നുള്ളതുണ്ട്. ഇപ്പോൾ ഇതെല്ലാം കേൾക്കുകയും വേണം. ഇത് നമ്മൾ പുറത്ത് കേൾപ്പിക്കുന്ന മ്യൂസിക് ഡയറക്ടറിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ട് മിക്സ് ചെയ്തൊരു പാട്ട് മിക്കവാറും എല്ലാവരുടെയും ഉള്ളിലുണ്ടാവും. ഇതിനെ നമ്മൾ ടെക്നിക്കലി പുള്ളിയുടെ കയ്യിൽ നിന്ന് എടുത്ത് ഇതിനെ പ്രോസസ്സ് ചെയ്ത് ഔട്ട് കൊടുക്കുക എന്ന് പറയുന്നതാണ് മെയിനായിട്ട് ഒരു മിക്സ് എഞ്ചിനീയറിൻ്റെ ഒരു പണി എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ ഉള്ളിൽ വർക്കായത് ആയിരിക്കില്ല ചിലപ്പോൾ മ്യൂസിക് ഡയറക്ടർക്ക് ഈ പാട്ട് ചെയ്യുമ്പോൾ തോന്നിയിട്ടുണ്ടാവുക. അത് ആണ് ശരിക്കും എനിക്ക് തോന്നുന്നു മിക്സിങ്ങിലൊക്കെ വരുമ്പോൾ ഏറ്റവും വലിയ ചലഞ്ചായിട്ട് തോന്നുന്നത് അത് തന്നെയാണ്. കാരണം നമ്മളെ പുള്ളിയുടെ ഇപ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടറിൻ്റെ ഉള്ളിലുള്ള എന്തായിരുന്നു സൗണ്ടിങ് എന്നുള്ളത് വായിച്ചെടുത്ത് അതിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ ടെക്നിക്കലി നമ്മളുടെ ടൂൾസാണ് അവിടെ ഉപയോഗിക്കുന്നത്, നമ്മളുടെ ചെവികളാണ് ഉപയോഗിക്കുന്നത്. അത് വെച്ച് ആ മ്യൂസിക്കിനെ മനസ്സിലുള്ള ഒരു സാധനത്തിനെ ആളുകളുടെ ഉള്ളിൽ കേൾപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. മിക്സിങ് തന്നെയാണ് മെയിനായിട്ട്. ചില സമയത്ത് നമ്മൾ ഇവിടുന്ന് എല്ലാം കേട്ട് വളരെ ഹാപ്പി ആയിട്ട് പോകുന്ന വർക്കുകൾ ചിലപ്പം പോയി 2-3 ദിവസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇത് വേറെ ആരെങ്കിലും കേട്ടിട്ടൊക്കെ ചിലപ്പോൾ അവരുടെ മനസ്സിൽ കിടക്കുന്ന സാധനങ്ങളായിട്ട് ഇത് മാച്ച് ആവുന്നതുകൊണ്ട് തിരിച്ച് റീവർക്ക് ചെയ്യേണ്ടതൊക്കെ വരാറുണ്ട്. ചിലപ്പോഴൊക്കെ ഇത് അങ്ങനെ ഒത്തിരി രസകരമായിട്ടും വരാറുണ്ട്, ചിലപ്പോൾ ഭയങ്കര ടെൻഷനായിട്ടും വരാറുണ്ട്. നമ്മുടെ ചെവിക്ക് വളരെ ഓക്കെ ആയിട്ട് തോന്നിയ ചില സാധനങ്ങൾ അതേ ആയിരിക്കില്ല ചിലപ്പോൾ അപ്പുറത്തെ ആളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു സൗണ്ടിങ്. അപ്പോൾ നമുക്ക് നമ്മുടെ ലിമിറ്റേഷൻസ് ചിലപ്പോൾ ഉണ്ടാകും. കാരണം നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻപുട്ടാണ് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ എ റഹ്മാൻ്റെ പാട്ടായിരിക്കും അവരുടെ റെഫറൻസ്, പക്ഷേ നമുക്ക് കിട്ടിയിരിക്കുന്ന ട്രാക്കുകളൊക്കെ ചിലപ്പോൾ ലിമിറ്റഡ് ആയിരിക്കും. വളരെ ചെറിയ നമ്മൾ എവിടെ റെക്കോർഡിങ് ചെയ്തതെന്ന് പോലും അറിയാമല്ല, ചിലപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി മാത്രം വന്ന ട്രാക്കായിരിക്കും. ചിലർ റൂമിൽ നിന്നൊക്കെ പാടിയിട്ടൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ ചെറിയ മൈക്കിംഗ് സെറ്റപ്പിലൊക്കെ പാടി, പക്ഷെ അവർക്ക് വേണ്ടത് ഈ സൗണ്ടിങ് ആണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അതിലേക്ക് എത്തിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. അപ്പം നമ്മൾ അതിൻ്റെ മാക്സിമം കൊടുക്കാം, പക്ഷേ ചിലപ്പോൾ അത് അവരുടെ എക്സ്പെക്റ്റേഷൻ വരെ വന്നില്ല എന്നുള്ള സംഭവങ്ങൾ വരാറുണ്ട്. എനിക്ക് തോന്നുന്നു സൗണ്ട് എഞ്ചിനീയറിങ് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ തുടക്കം തൊട്ട് ഇത്രയുള്ളൊരു ചെറിയ യാത്രയിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ തുടങ്ങിയ കാലഘട്ടത്തിൽ നിന്ന് വളരെ എളുപ്പമായി. ഇപ്പം നമുക്ക് എന്താ പറയുക, അത്യാവശ്യം സെൻസുള്ള ഒരാൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ എയുടെ ഒരു എൻട്രിയും കൂടെ ആയപ്പം ഒരുപാട് കാര്യങ്ങൾ ഭയങ്കര ഈസി. ഇപ്പോൾ ഒരു വിഷ്വൽ കാണുമ്പം അതിനനുസരിച്ച് സൗണ്ട് ഡിസൈൻ ചെയ്യാൻ വരെ പറ്റുന്ന എയുടെ ടൂൾസ് വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ പണ്ട് ഇപ്പം ജസ്റ്റ് ഒരു കടൽ തീരത്തിൻ്റെ ഒരു വിഷ്വൽ സിനിമയെ കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓഡിയോ വർക്ക് ചെയ്യുന്നവർക്ക് കിട്ടുന്നത് ഈ കടലിൻ്റെ ഒരു വീഡിയോ മാത്രമാണ്. ഇതിൻ്റെ ഓരോ തിര വരുമ്പോഴുള്ള തിരയുടെ സൗണ്ടും ആ സമയത്ത് ഒരു കിളി പറന്നു പോയാൽ അതിൻ്റെ സൗണ്ട്, ഇതെല്ലാം സൗണ്ട് എഞ്ചിനീയേഴ്സ് റീക്രിയേറ്റ് ചെയ്തിരുന്നതായിരുന്നു. അത് നല്ല നല്ല വലിയൊരു ടാസ്ക്കാണ്. അവിടെ ഒരാൾ നടന്നു പോകുന്നുണ്ടെങ്കിൽ അത് കേട്ടാലും ഇല്ലെങ്കിലും അയാളുടെ ഒരു ഫുഡ് സ്റ്റെപ്സിൻ്റെ സൗണ്ട് അവിടെ കൊടുക്കുന്നുണ്ട്. ഇപ്പം മണലിലൂടെ ഒരാൾ നടന്നു പോകുമ്പോൾ എത്ര സൗണ്ട് ഉണ്ടാകും നമുക്കറിയാം, അത് വലിയൊരു സൗണ്ടല്ല. പക്ഷേ നിങ്ങൾ ആ ലെയർ എടുത്ത് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ എഞ്ചിനീയേഴ്സ് ആ സൗണ്ട് അവിടെ ഇട്ടിട്ടുണ്ട്. അത്രയും ഡീറ്റെയിൽ ചെയ്തിട്ടാണ് സൗണ്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് എയുടെ വരവൊക്കെ ഒരു വിഷ്വൽ കണ്ട് കൃത്യമായിട്ട് അതിനനുസരിച്ച് സൗണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കൊക്കെ സൗണ്ട് ഡിസൈനിങ്ങിലേക്കൊക്കെ ഒരുപാട് ടൂൾസ് വരുന്നുണ്ട്. അല്ല മ്യൂസിക് സൈഡിലാണെങ്കിലും ഞാനിപ്പോൾ ഇപ്പോൾ ഈ റീസെൻ്റ്ലി വന്നൊരു നല്ലൊരു ടൂളാണ് നമ്മൾ വെറുതെ പാടിക്കൊടുത്തിട്ട് അത് ഇന്ന ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായി. ഇപ്പോൾ ഫ്ലൂട്ട് പോലത്തെ നമ്മൾ കീബോർഡിലൊന്നും ഒരിക്കലും ഫ്ലൂട്ട് വായിച്ചാൽ ആ ടോൺ നമുക്ക് കിട്ടത്തില്ല. പക്ഷെ നന്നായിട്ട് സെൻസുള്ള ഒരാൾ പാടിക്കൊടുത്തു കഴിഞ്ഞാൽ ആ ബ്രീത്ത് എടുക്കേണ്ട സ്ഥലങ്ങൾ കൃത്യമായിട്ട് ബ്രീത്ത് എടുത്ത് ഒരു ഫ്ലൂട്ടിസ്റ്റ് എങ്ങനെ അത് വായിക്കുമോ അതുപോലെ തന്നെ ഒരു നല്ല ഫ്ലൂട്ടിൻ്റെ ടോണിലേക്ക് കൺവേർട്ട് ചെയ്ത് തരാൻ പറ്റുന്ന ടൂളുകളൊക്കെ വന്നു. അപ്പോൾ ഇതിലൊക്കെ കുറേ പേരുടെ ജോലിയെ അത് ബാധിക്കും, പക്ഷേ പ്രൊഡക്ഷൻ കുറേ കൂടി ലളിതമാവുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ വളരെ സിംപ്ലിഫൈ ചെയ്തു വരുന്നുണ്ട്. കുറച്ചുകൂടി പുതിയ ആളുകൾക്ക് ഇതിലേക്ക് ഇറങ്ങാനൊക്കെ ഉള്ള ഒരു മോട്ടിവേഷൻ ആവാൻ സാധ്യതയുണ്ടെന്നാണ് തോന്നുന്നത്. ഇപ്പം സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെയാണ് ഇത് ഏറ്റവും അധികം സൗണ്ട് എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഫഷണൽസ് എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്. പുതിയതായിട്ട് വരുന്നവരോട് എന്താ പറയുക, മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഓരോ കാലഘട്ടത്തിലും മാറ്റി പറയേണ്ട കാര്യമാണ്. നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഒരാളോട് പറഞ്ഞു കൊടുത്ത പോലെയല്ല ഇപ്പോൾ കുറച്ചുകൂടി ധൈര്യമായിട്ട് അവരോട് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പം ഞാനൊക്കെ ഞാൻ പറഞ്ഞില്ല, വയനാട്ടിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളുകൾ കുറവാണ്. അപ്പോൾ ഒരുപാട് പേര് നമ്മളിങ്ങനെ സെലിബ്രിറ്റീസിൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുന്നു, നമ്മളിങ്ങനെയുള്ള ഇതിലൊക്കെ ഇത് കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് വരാനായിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട്. ചിലപ്പോൾ അവരോട് അത്ര ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, ധൈര്യമായിട്ട് പോയിട്ട് പഠിച്ചോ ജോലി ഉറപ്പാണ് എന്ന് പറയാൻ പറ്റുന്ന ഒരു കോഴ്സാണോ ഇതെന്നുള്ളത് സംശയമുണ്ട്. ഞാൻ പറയാം, കൃത്യമായിട്ട് നമുക്ക് എന്ത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ചെയ്യാൻ പറ്റുക, ആ ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ അറിഞ്ഞിട്ട് മാത്രമേ സൗണ്ട് എഞ്ചിനീയറായിട്ട് പ്രൊഫഷൻ തിരഞ്ഞെടുക്കാൻ ഇറങ്ങാവുള്ളൂ. കൃത്യമായിട്ടൊരു ബേസിക് ആയിട്ടൊരു ഡിഗ്രിയോ എന്തെങ്കിലും ഒരു പഠനം കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയുകയാണെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്റ്റുഡിയോയിലോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിനെ കൂടെ കുറച്ച് നാൾ ജസ്റ്റ് ഒന്ന് ഒരു വർക്ക് ചെയ്ത് നോക്കുക.
ഒരു ഇൻറ്റേൺഷിപ്പ് പോലെയോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അവരെ ഒന്ന് അപ്പം നമുക്ക് മനസ്സിലാവും ഇത് എങ്ങനെയാണ് എൻ്റെ ഒരു വർക്ക് ഫ്ലോ അല്ലെങ്കിൽ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ച് പറ്റുന്നതാണോ. കാരണം പലപ്പോഴും സമയം എന്ന് പറയുന്നത് ചിന്തിക്കാറേ ഇല്ലാത്തൊരു കാര്യമാണ്. സമയത്ത് ഭക്ഷണം കഴിക്കാറോ ഉറങ്ങാറോ ഒന്നും പലപ്പോഴും സാധിക്കാറില്ല. വർക്കാണ് നമ്മുടെ പല സമയത്തും നമ്മളെ ഇതെല്ലാം ഓർഡർ തെറ്റിക്കുന്നത്. അതുപോലെ അങ്ങനെ എൻ്റെ നാട്ടിൽ നിന്ന് തന്നെ നമ്മളോട് ചോദിച്ച് വളരെ കാര്യമായിട്ട് വന്ന് അവൻ എഞ്ചിനീയറിംഗ് പഠിച്ചു. ഇവിടെ കൊച്ചി തന്നെ ഒരു സ്റ്റുഡിയോയിൽ കയറി. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഈ വർക്ക് സ്റ്റൈല് ലൈഫ് വർക്ക് ബാലൻസ് ഇത്തിരി പ്രശ്നമായി. അവന് ഉറക്കം വല്ലാതെ പോയി കഴിഞ്ഞപ്പോൾ അവൻ്റെ ഹെൽത്ത് ഭയങ്കര ഇഷ്യൂ ആയി. പിന്നെ അവൻ പ്രൊഫഷൻ വിട്ട് വേറെ പ്രൊഫഷനിലേക്ക് പോയി. നമ്മുടെ പാഷനും നമ്മുടെ ആരോഗ്യസ്ഥിതിയും എല്ലാം നമ്മുടെ കാര്യം. പിന്നെ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്ത് പോകാൻ പറ്റുന്ന ഇപ്പോൾ ഒരു ചാനലിലെ ജോബ് അല്ലെങ്കിൽ ഇപ്പോൾ റേഡിയോ കൃത്യമായിട്ട് ഷിഫ്റ്റുകളൊക്കെയുള്ള നമുക്ക് ഇതിൽ അറിയേണ്ട ഒരു കാര്യം നമ്മൾ എന്തിലാണ് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് ഞാൻ പറഞ്ഞത്. സൗണ്ട് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഒരു വലിയ ഡിപ്പാർട്ട്മെൻറ്റാണ്, ഒരു വലിയ ഏരിയ ആണ്. അതിലിപ്പോൾ റേഡിയോ ആണോ ചാനലാണോ അല്ലെങ്കിൽ ലൈവിൽ പോകാനാണോ സ്റ്റുഡിയോ എഞ്ചിനീയറിംഗ് ആണോ മ്യൂസീഷ്യൻ ആയിട്ടാണോ പ്രോഗ്രാമിംഗ് ആണോ മ്യൂസിക് ഡയറക്ഷൻ ആണോ, ഇത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഇതിലേക്ക് വരാം. എന്നിട്ട് അത് ഫോക്കസ് ചെയ്ത് അത് പഠിച്ചാൽ മതി. ഒരു 3 വർഷത്തെ അല്ലെങ്കിൽ 4 വർഷത്തെ വലിയ കോഴ്സുകളൊക്കെ പഠിക്കുന്നത് നമ്മൾ ഒന്നും നല്ലതാണ്, നല്ല കാര്യമാണ് എല്ലാം പഠിച്ചിരിക്കുക എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു കാര്യം വെച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ നമുക്ക് ഒരുപാട് സമയവും നമുക്ക് കൃത്യമായിട്ട് ആ ഒരു ഭാഗത്തേക്ക് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഒരുപാട് സമയവും പൈസയും എല്ലാം അവിടെ സേവ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ മാത്രമേ സൗണ്ടിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പാഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാതെ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല, ഒട്ടും പറ്റത്തില്ല. അതുപോലെ പാഷനേറ്റീവ് ആയിട്ടുള്ള ആൾ ഇപ്പം നമ്മുടെ ഇവിടെ എഞ്ചിനീയേഴ്സ് പഠിച്ചു കഴിഞ്ഞ് വരുന്നവരോടൊക്കെ നമ്മൾ ആകെ നോക്കുന്ന ഒരു കാര്യമുള്ളൂ, അവരുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം അവരെങ്ങനെ ഇതിനോട് എത്രത്തോളം പാഷനേറ്റീവ് ആണ്. നമുക്കറിയാം അവർ ഒരാഴ്ച നിൽക്കുമ്പോൾ അല്ലെങ്കിൽ 2 ആഴ്ച അവർ നിൽക്കുമ്പോൾ അറിയാം ഈ വരുന്ന സ്ട്രെസ് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണോ അല്ലെങ്കിൽ ഇവർ എത്ര പാഷൻ കൊണ്ടാണ് അല്ലെങ്കിൽ ജോലിയായിട്ടാണോ ഇത് പഠിച്ചിട്ട് വന്നതെന്നുള്ളത്. പിന്നെ വരുമ്പോൾ തന്നെ നമുക്ക് പലരും മ്യൂസിക് ഡയറക്ഷന് വേണ്ടിയിട്ടാണ് സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കുന്നത്. മ്യൂസിക്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, ആ മ്യൂസിക്കിൽ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടെക്നിക്കൽ അല്ലെങ്കിൽ ഒരു കോഴ്സ് സൗണ്ട് എഞ്ചിനീയറിംഗ് ആയതുകൊണ്ട് സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ കുറച്ചുകൂടി മ്യൂസിക് സൈഡിലേക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ എഞ്ചിനീയറിംഗിൻ്റെ തന്നെ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ഷൻ പ്രൊഡക്ഷനൊക്കെ പഠിച്ചാൽ അവർക്ക് കുറച്ചുകൂടി പെട്ടെന്ന് എത്താൻ പറ്റും. സൗണ്ട് എഞ്ചിനീയറിംഗ് ആയിട്ട് റെക്കോർഡിങ്ങിനോ അല്ലെങ്കിൽ മിക്സിങ്ങിനോ ഇരിക്കാനായിട്ടൊരു എഞ്ചിനീയറുടെ അടുത്തേക്ക് വരുന്നതിനേക്കാളും അവർക്ക് നല്ലത് ഒരു മ്യൂസിഷ്യൻ്റെ കൂടെ വർക്ക് ചെയ്ത് ആ ഒരു എക്സ്പീരിയൻസ് മേടിക്കുന്നതായിരിക്കും. നമ്മൾ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും നമുക്ക് വേണ്ടത് എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം ഇൻഡസ്ട്രിയിൽ വരിക. പരമാവധി പറ്റുമെങ്കിൽ ഒരാളുടെ കൂടെ കുറച്ച് നാൾ നിന്ന് നോക്കി അതിന് ശേഷം ഒരു തീരുമാനം എടുക്കുക. സൗണ്ട് റിലേറ്റഡിൽ നമ്മൾ ഇപ്പോൾ അധികവും സിനിമകൾ നമ്മൾ വളരെ ക്രിട്ടിക്കലി അല്ലെങ്കിൽ മെറ്റീരിയലായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു സമയം നമ്മൾ ഈ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയം അല്ലെങ്കിൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിക്കുന്നവർക്ക് അറിയാം. നമ്മളെല്ലാ ദിവസവും ഒരു സിനിമ കണ്ട് അതിനെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ച് എഴുതിയിട്ടാണ് നമ്മൾ ആ സിനിമ കണ്ടുപോകുന്നത്. ആ സമയത്ത് കണ്ട സിനിമകളിലാണ് എനിക്ക് ശരിക്കും അങ്ങനെ ടെക്നിക്കലി വളരെ കാര്യമായിട്ട് കാണാൻ പറ്റിയിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് എനിക്ക് തന്നെ മിക്കവർക്കും വരുന്നൊരു പ്രശ്നം, സിനിമ കാണുന്നത് എൻജോയ് ചെയ്യാൻ പറ്റാതെ നമ്മളധികവും ഇതിന് ടെക്നിക്കൽ സൈഡ് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് പിന്നെ ഞാൻ കുറേ നാളത്തേക്ക് സിനിമകളില്ലായിരുന്നു. അതിനുശേഷം നമ്മൾ എന്താ പറയുക കുറേ കഴിഞ്ഞ് പിന്നെ ഇത് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സ്റ്റേജിലാണ് പിന്നീട് നമ്മൾ സിനിമയിലേക്ക് വരുന്നത്. പിന്നീട് കണ്ട സിനിമകളിലും ഉണ്ട് കേട്ടോ. നമ്മളിപ്പം അധികവും എനിക്ക് സൗണ്ടിൻ്റെ കാര്യത്തിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത് ഹോളിവുഡ് മൂവീസൊക്കെ തന്നെയാണ്. സൗണ്ട് ഓഫ് മ്യൂസിക് അല്ലെങ്കിൽ ഗ്രാവിറ്റിയുടെ അങ്ങനെയുള്ള ചില സിനിമകളുടെ ഗ്രാവിറ്റിയിലൊക്കെ അവർക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്. കാരണം നമുക്ക് ഫെമിലിയർ അല്ലാത്തൊരു സാധനമാണ്. അപ്പം നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കാനുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഹോളിവുഡ് മൂവീസിൽ ഒരുപാടുണ്ട്. നമുക്ക് അങ്ങനെ പറഞ്ഞാൽ എല്ലാ ജോണറിലുള്ള മൂവീസിലും സൗണ്ട് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. പഴയ മറ്റേ ലെജൻഡ്സ് ഓഫ് ഫാൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മൂവിയായിരുന്നു. അങ്ങനെയുള്ള ചില ഭയങ്കര സട്ടിലായിട്ട് പോകുന്ന ചില മൂവീസ് ഉണ്ടായിരുന്നു. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ട്. അതിൻ്റെയൊക്കെ സൗണ്ട് ട്രാക്ക് ഭയങ്കര സട്ടിലായിട്ടാണ് പോകുന്നത്, പക്ഷെ നമ്മളെ പിടിച്ചിരുത്തുന്ന പോലെയാണ്. അങ്ങനെ ഒരുപാട് സൗണ്ട് എക്സ്പെരിമെൻറ്റുകളൊന്നും ചെയ്യാതെ തന്നെ ഞാൻ പലപ്പോഴും അങ്ങനെയാണ് ശ്രദ്ധിക്കാറ്. നമ്മൾ ഇവിടെയൊക്കെ ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ സൗണ്ട് കൊണ്ട് ആളെ പേടിപ്പിച്ചിരുത്തുന്ന പോലെ ചിലപ്പോൾ തോന്നാറുണ്ട്. ശരിക്കും നമ്മുടെ തിയേറ്ററുകൾക്കൊക്കെ സൗണ്ടിനൊരു ലിമിറ്റും ഇതിനൊരു സ്കെയിലുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മുടെ ഇവിടെ ഇത് എൻജോയ് ചെയ്യാൻ പറ്റാതെ വരുന്നത് പലപ്പോഴും ഈ ഓവർ ലൗഡ്നെസ് വരുന്നത് കൊണ്ട്. അതാരും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ പലപ്പോഴും പ്ലേ ബാക്ക് ചെയ്യുന്നത് ആളുകൾ ആ ശീലം ആയതുകൊണ്ടും നമ്മൾ ഇല്ലെങ്കിൽ വോളിയം കുറഞ്ഞു പോയാൽ എന്തോ കുറവാണെന്നുള്ള തോന്നലുകൊണ്ടൊക്കെ ആയിരിക്കും. പലപ്പോഴും കുറച്ച് ഓവർ ലൗഡാണ് നമ്മുടെ ഇവിടുത്തെ ചില സിനിമകളൊക്കെ നമ്മൾ തിയേറ്ററിൽ പോയിട്ട് കാണുന്ന സമയത്ത് ആക്ഷൻസോ അല്ലെങ്കിൽ കുറച്ച് വയലൻസ് ഒക്കെ വരുന്ന സീനിൽ നമ്മളെ അങ്ങ് ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയുടെ കുറവായിട്ട് പറയുകയല്ല, അത് അങ്ങനത്തെ ഒരു സംഭവം വന്നിട്ടുണ്ട് പലപ്പോഴും നമ്മുടെ സിനിമകളിൽ. എനിക്കത് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് അധികം സൗണ്ടിൻ്റെ കാര്യം പറഞ്ഞപ്പം കുറച്ച് ഹോളിവുഡ് മൂവീസിൻ്റെ കാര്യം പറഞ്ഞത്. നമ്മുടെ ഇൻഡസ്ട്രി കുറവായതുകൊണ്ടല്ല, മോശമായതുകൊണ്ടല്ല. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു പറയുമ്പോൾ നമ്മുടെ മൂവീസിലും മ്യൂസിക്കൊക്കെ വളരെ ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ച് സൗണ്ട് എഫക്ട്സിൽ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ട്
ചെയ്യുന്നുണ്ട് ഇപ്പോൾ മൂവികൾ. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്ന അധികം ഹോളിവുഡ് മൂവീസാണ്.